യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു സോൾ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും പല ആൾക്കാരും അത് ട്രസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം അങ്ങനൊരു സോൾ കണക്ഷൻ നിലവിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത്? കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കുന്നത്? ഫാമിലി, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു പല സെക്ടേഴ്സ് എടുത്ത് നോക്കിയാലും വിഷമങ്ങൾക്ക് അവസാനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് സോൾ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അത്ര ഈസി ആയിരിക്കില്ല. പക്ഷേ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഈ യൂണിവേഴ്സിലെ എല്ലാ ആറ്റംസും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ തമ്മിൽ കണക്റ്റഡ് ആണ്. ഭൂമിയുടെ പ്ലാനറ്റിൻ്റെ കാര്യം എടുത്താൽ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. ഇനി ഹ്യൂമൻസിൻ്റെ കാര്യം എടുത്താൽ നമ്മൾ ഓക്സിജൻ പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് വിടുന്നത് പ്ലാന്റ്സ് സ്വീകരിക്കുന്നു, അതിനെയാണ് ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ പാറ്റേൺ തന്നെ ശ്രദ്ധിക്കൂ, ആ ഒരു മൂവ്മെൻറ്റ് തന്നെ ശ്രദ്ധിക്കൂ. എപ്പോഴും ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ, ദർ ഇസ് എ കണക്ഷൻ ഹാപ്പനിങ് ബിറ്റ്വീൻ എവറിത്തിങ്. കണക്ഷൻ ഇല്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നും നിലനിൽക്കുന്നില്ല. ആകെ ഒരു വ്യത്യാസം, നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് യൂണിവേഴ്സായിട്ടുള്ള നിങ്ങളുടെ സോൾ കണക്ഷൻ കൃത്യമായി വർക്കാവുന്നതെന്ന് പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾക്കത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സയൻസ് കൂടെ നമുക്ക് നോക്കാം. യൂണിവേഴ്സിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ കുറച്ച് മുമ്പ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കണക്റ്റഡ് ആണ്. എല്ലാ ആറ്റംസും കണക്റ്റഡ് ആയിരിക്കും. അതായത് ലോകത്തിലെ 8 ബില്യൺ മനുഷ്യരും ഇവിടെയുള്ള എല്ലാ ചെടികളും മരങ്ങൾ തമ്മിലും അതുപോലെ പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ആറ്റംസ് ആയിട്ടും ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുമുണ്ട്. ഇതിനെ ആസ്പദമാക്കി ക്വാണ്ടം ഫിസിക്സിൽ ഒരു റിസർച്ച് തന്നെയുണ്ട്. ഓക്കെ, അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറി തന്നെയാണ്. പക്ഷെ ഇവിടെ വരുന്നൊരു ഡിഫറൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 8 ബില്യൺ ജനങ്ങൾക്കും അറിയോ ദാറ്റ് ദേ ആർ കണക്റ്റഡ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്, ഫ്യൂ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന 1000 ആൾക്കാർക്കും ഇത് കേൾക്കുന്ന ആയിരക്കണക്കിന് ഓഡിയൻസിനും നിങ്ങൾക്ക് വ്യക്തമായിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുമോ ദാറ്റ് യു ഹാവ് എ സോൾ കണക്ഷൻ ടു ദി യൂണിവേഴ്സ്? നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചെടികളും മരങ്ങളും ആറ്റംസ് ആയിട്ടും ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഗോയിങ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് ഡയറക്റ്റ്ലി ഫീൽ ചെയ്യാൻ പറ്റും. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിഫറൻസ് ഉള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ബൈ ഡിഫോൾട്ട് അവിടെ കണക്ഷൻ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ, അത് നിങ്ങൾക്ക് ഫേവറബിൾ ആവുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മർഡറർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു സീരിയൽ കില്ലർ, സിനിമയിൽ കാണുന്ന ഒരു സൈക്കോ കില്ലർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു വ്യക്തിയുണ്ട്, സേവനം ചെയ്യുന്ന, പബ്ലിക് സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ 2 പേർക്കും ഹ്യൂമൻ ബോഡിയാണ്, 2 പേർക്കും ഹ്യൂമൻ മൈൻഡാണ്, 2 പേർക്കും ഹ്യൂമൻ ഇമോഷൻസ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് 2 പേരും 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് ഈ 2 വ്യക്തികളുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ദാറ്റ് ഈസ് ദ കണക്ഷൻ ടു ദ യൂണിവേഴ്സ്. ഈ സീരിയൽ കില്ലർ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രപഞ്ചമായിട്ടോ ആറ്റമായിട്ടോ ഇവിടെ ഇരിക്കുന്ന മനുഷ്യരായിട്ടോ ചെടിയായിട്ടോ മരമായിട്ടോ ഒന്നും യാതൊരു കണക്ഷനും ഇല്ല. അവർക്ക് ഈ കമ്പാഷൻ, ദയ, സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഒന്നും അറിയില്ല. ബിക്കോസ് ദേ ലാക്ക് ദ കണക്ഷൻ. ബൈ ഡിഫോൾട്ട് അവർ കണക്റ്റഡ് ആണ്, അവർ യൂണിവേഴ്സായിട്ട് ബോണ്ടഡ് ആണ്. പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല, അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്ക് എല്ലാത്തിനോടും ഒരു അകൽച്ചയാണ്. ഈ അകൽച്ച തന്നെ അവരെ ഒറ്റപ്പെടുത്തും. ഓട്ടോമാറ്റിക്കലി അവരൊരു പലതരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും. ഇനി സർവീസ് ചെയ്യുന്ന ആളെ എടുത്തു കഴിഞ്ഞാൽ എന്തോ അവർക്ക് എല്ലാവരോടും കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി ഇവർ പബ്ലിക് സർവീസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കാര്യം തന്നെ എടുത്തോളൂ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആൾക്കാരെ സഹായിക്കാതിരിക്കാൻ പലർക്കും സാധിക്കില്ല. സഹായിക്കേണ്ട ആവശ്യമില്ലാതെ സ്വന്തം എനർജി ഡിപ്ലീറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാലും സ്പിരിച്വലി ഉള്ള പല ആൾക്കാരും മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാരാണ്. സ്വയം മറന്നിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട്? ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ് സത്യം പറഞ്ഞാൽ. ബട്ട് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് മനുഷ്യരോടും ഇവിടെയുള്ള പ്രകൃതിയോടും പ്രപഞ്ചമായിട്ടും യു ആർ ഫീലിംഗ് എ കണക്ഷൻ. നിങ്ങൾക്ക് അവരൊരു ബോണ്ടിങ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് റീസൺ. അവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോവും. ഒരു ബൗണ്ടറി അവിടെ വെച്ചില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതം ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കും. ബിക്കോസ് സംഹൗ നിങ്ങൾക്ക് ആ ബോണ്ടിങ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. സോ ദർ ഈസ് ഡിഫോൾട്ട് കണക്ഷൻ. പ്രപഞ്ചം എല്ലാവരോടും കണക്റ്റഡ് ആണ്.
പക്ഷേ ആർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും, ആർക്ക് ഇത് കറക്റ്റായിട്ട് അവരുടെ ഫേവറിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷനെ ആസ്പദമാക്കിയിരിക്കുന്നു. ഇനി സീരിയൽ കില്ലർ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കോമൺ ആയിട്ട് എപ്പോഴും ലൈഫിൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നു, ഞാൻ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇൻഫീരിയർ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ കേസും ഇത് തന്നെയാണ്. ദേ ആർ നോട്ട് ഫീലിംഗ് ദ കണക്ഷൻ വിത്ത് ദ യൂണിവേഴ്സ്. സോ ഇത് ഫിക്സ് ചെയ്താൽ തന്നെ മാനിഫെസ്റ്റേഷൻ എന്ന ഏരിയയും കറക്റ്റാവും, പ്രപഞ്ചമായിട്ടുള്ള സോൾ കണക്ഷൻ എന്നത് തിരിച്ചറിഞ്ഞ് അതിനെ കുറച്ചുകൂടെ ഡീപ്പൻ ആവാനും സാധിക്കും. നൗ ഇതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും? ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ ഞാൻ യോഗ ഫിലോസഫി ഒന്ന് ആഡ് ചെയ്യാണ്. നിങ്ങൾക്കറിയാം, അതില്ലാതെ നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ്റെ ഡീപ്പർ കാര്യങ്ങൾ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ യോഗയിൽ മനുഷ്യനെയും ദൈവത്തെയും അകറ്റി നിർത്തുന്ന, മനുഷ്യനെയും പ്രപഞ്ചത്തെയും അകറ്റി നിർത്താൻ കാരണമാകുന്നത് ഒരേയൊരു കാര്യമാണ്. ജസ്റ്റ് വൺ സിംഗിൾ ഫാക്ടർ. ആ മനുഷ്യൻ്റെ ബിലീഫ് സിസ്റ്റം, ആ മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെ കണ്ടീഷൻ ആയിരിക്കുന്നു അതനുസരിച്ചാണ് അവരുടെ കണക്ഷൻ, ഈ പ്രപഞ്ചമായിട്ടുള്ള സോൾ കണക്ഷൻ തീരുമാനിക്കുന്നത്. അവരുടെ ഭാഷയിൽ ഇത് ഇനിയും കോംപ്ലക്സ് ആണ്, ഞാൻ മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഹു ആർ യു. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വെക്കുകയാണ്, ഹു ആർ യു. എങ്ങനെ ആൻസർ ചെയ്യുക? നിങ്ങൾ പേര് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പേര് നിങ്ങളല്ല, നിങ്ങളെ തിരിച്ചറിയാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇട്ട ഒരു സാധനം മാത്രം. ഇറ്റ്സ് ആൻ ഐഡൻറ്റിറ്റി കാർഡ്. അത് നിങ്ങളല്ല. ലീഗലി നിങ്ങൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് എ നെയിം. പേരില്ലാതെ ഒരിക്കലും ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾക്ക് എന്തെങ്കിലും നിക് നെയിം ഒക്കെ വെക്കാം, പക്ഷെ ലീഗലി ഒരു പേരില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു രാജ്യത്തും എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നൗ ദാറ്റ് ഈസ് യുവർ ഐഡൻറ്റിറ്റി. അത് ഹു ആർ യു എന്ന ചോദ്യത്തിന് ആൻസർ ആയില്ല. ഒന്നുകൂടെ ഹു ആർ യു എന്ന് ചോദിച്ചാലും ചിലപ്പോൾ ആൾക്കാർ അവരുടെ പേരൻസ് ആയിട്ട് ലിങ്ക് ചെയ്യും. ഞാൻ ഇന്ന ആൾക്കാരുടെ പേരൻ്റാണ്, അവരുടെ മകനാണ്, മകളാണെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്, ഞാൻ ഇത്ര രൂപ സാലറി ഏൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്ന വ്യക്തിയുടെ ഹസ്ബൻഡാണ്, ഇന്ന വ്യക്തിയുടെ വൈഫാണ്, ഇന്നൊരു വ്യക്തിയുടെ പേരൻ്റാണ്. അങ്ങനെ എണ്ണമറ്റ ഐഡൻറ്റിറ്റി പോയിക്കൊണ്ടേയിരിക്കും. ഹു ആർ യു എന്ന ചോദ്യത്തിന് ഒരിക്കലും ആൻസർ ഉണ്ടാവില്ല. ഇതാണ് യോഗ എടുത്തു പറയുന്നത്. ഹു ആർ യു എന്ന ചോദ്യത്തിന് യു ഡോണ്ട് ഹാവ് എൻ ആൻസർ. നിങ്ങൾ ആരാണ് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും അറിയുന്നില്ല. പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ഐഡൻറ്റിറ്റീസ്, മെൻ്റൽ ബിലീഫ് സിസ്റ്റം, സോഷ്യൽ കണ്ടീഷനിങ്, സബ് കോൺഷ്യസ് കണ്ടീഷനിങ്, ഇതാണ് ഞാനെന്ന് വിശ്വസിച്ച് നടക്കുകയാണ്. ഇന്ന ഫാമിലി, ഇന്ന സോഷ്യൽ ഗ്രൂപ്പ്, ഇന്ന ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കുറേ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ബിലീഫ് സിസ്റ്റം. ഞാൻ ഇന്നതാണ് എന്ന് വിശ്വസിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കണക്ഷൻ വർക്കാവില്ല. എനിക്കിതാണ്, ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെ കുറേ സ്റ്റോറി ഉണ്ടാക്കി വെച്ചാൽ ദെൻ യു കനോട്ട് കണക്ട് ടു യൂണിവേഴ്സ്. അതാണ് ഇവർ ആദ്യമായിട്ട് പറയുന്നത്. ഞാൻ ഇതെങ്ങനെ സോൾവ് ചെയ്യുക? ഈ ചോദ്യത്തിൽ തന്നെ ആരംഭിക്കുക. ഹു ആർ യു? പാരൻസിനെ മാറ്റി വയ്ക്കുക, ഫാമിലി മാറ്റി വയ്ക്കുക, മാരേജ് മാറ്റി വയ്ക്കുക, ജോലി മാറ്റി വയ്ക്കുക, എല്ലാം മാറ്റി വയ്ക്കുക. ഹു ആർ യു? യു ആർ ജസ്റ്റ് ആൻ എക്സിസ്റ്റൻസ്. നിങ്ങളൊരു നിലനിൽപ്പ് മാത്രമാണ്, ഒരു എക്സിസ്റ്റൻസ് മാത്രമാണ്, ഒരു ജീവി മാത്രമാണ്, ഒരു ജീവജന്തു മാത്രമാണ്. പക്ഷെ മൃഗങ്ങളെക്കാളും പക്ഷികളെക്കാളൊക്കെ എത്രയോ ഉയർന്ന ഒരു ഫീലിംഗ് കപ്പാസിറ്റി ഉള്ള, ഉയർന്ന ഒരു കോൺഷ്യസ്നെസ് ഉള്ള ഒരു ബീയിങ് മാത്രമാണ്. ദിസ് ഈസ് യു. കേൾക്കുമ്പോൾ തിയററ്റിക്കലി ശരിയാണ് കേസ് എന്ന് തോന്നും. അങ്ങനെയല്ല. മെഡിറ്റേറ്റീവ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു റീസൺ അതാണ്. ഞാനിവിടെ തിയററ്റിക്കലി പറഞ്ഞത് നിങ്ങൾ അനുഭവിക്കും. ഡെയിലി ഒരു 10-15 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഡേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ശരീരമായിട്ടും മനസ്സായിട്ടും എല്ലാത്തിനോടും ഒരു അകൽച്ച ഫീൽ ചെയ്യും. ഓട്ടോമാറ്റിക്കലി പ്രപഞ്ചമായിട്ട് നിങ്ങൾ അടുക്കാൻ ആരംഭിക്കും. ഇതാണ് അതിന് പിന്നിലെ യഥാർത്ഥ കോൺസെപ്റ്റ്. ദിസ് ഈസ് വൈ ദർ ഇസ് യോഗ, ദിസ് ഈസ് വൈ ദർ ഇസ് മെഡിറ്റേഷൻ. പ്രപഞ്ചമായിട്ട് അടുക്കാനാണ്, പ്രപഞ്ചമായിട്ട് ആ സോൾ കണക്ഷൻ സ്ഥാപിക്കാനാണ്, ഫൈനലി പ്രപഞ്ചമായിട്ട് ഒന്നാവാനാണ്. അഹം ബ്രഹ്മാസ്മി. ഇതിനാണ് മെഡിറ്റേഷൻ, ഇതിനാണ് യോഗ. അതുകൊണ്ടാണ് എല്ലാ മാനിഫെസ്റ്റേഷനിലും, എല്ലാ ഈ പറയുന്ന യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യണമെന്ന ടോപ്പിക്കുകളിലും യോഗ ഓട്ടോമാറ്റിക്കലി വരുന്നത്. അതില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ കണക്ഷൻ സ്ഥാപിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ക്ലിയർ? സോ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്വന്തം മെൻ്റൽ ബിലീഫ് സിസ്റ്റമാണ് ഈ കണക്ഷൻ അകറ്റുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ആ ബിലീഫ് സിസ്റ്റം പോകണം. അതിനെന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഡു മെഡിറ്റേഷൻ ഡെയിലി. ഓക്കെ, നൗ നിങ്ങൾക്ക് ഓൾറെഡി കണക്ഷൻ ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? വാട്ട് ആർ ദ സൈൻസ്? ചുരുക്കി പറയാം, ഇത്ര നേരം വീഡിയോയിൽ ഞാൻ പല കാര്യം സംസാരിച്ചു, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിനെ ഞാൻ അതേപോലെ പകർത്തി സംസാരിക്കുകയാണെന്ന ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ പ്രൂഫ്.
എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ് എന്ന് പറഞ്ഞു. അവിടെ ബൗണ്ടറി വേണം, ഞാൻ എടുത്തു പറയാണ്, ബൗണ്ടറി വേണം. തോന്നിയ പോലെ സഹായിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ആ പ്രവണതയുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ സോൾ കണക്ഷൻ ഉണ്ട്. ദെൻ അതല്ലാതെ മറ്റൊരു സൈൻ പറയുകയാണെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു. ഇത് ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഇരുന്ന് അറ്റൻഷൻ കൊടുത്ത് പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമാറ്റിക് യോഗ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതല്ലാതെ രാത്രി കാലങ്ങളിലോ ഏതെങ്കിലും സമയത്തോ നിങ്ങൾ പ്രകൃതിയായിട്ടോ ആകാശമായിട്ടോ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങളൊരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്, പക്ഷെ എല്ലാം കഴിഞ്ഞ് എണിക്കുമ്പോഴേക്കും 30, 40, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. സമയം പോയത് അറിഞ്ഞില്ല. യു ആർ നോട്ട് അവെയർ ഓഫ് ദ ടൈം എന്നാണെങ്കിൽ ദാറ്റ് ഓൾസോ ഇസ് എ പ്രൂഫ് ദാറ്റ് യു ആർ കണക്റ്റഡ് ടു ദി യൂണിവേഴ്സ്. കാരണം പ്രപഞ്ചത്തിന് സമയം എന്ന് പറഞ്ഞ സാധനമില്ല. ഈ സമയം എന്നുള്ളതൊക്കെ നമുക്കാണ്. സൺറൈസ്, സൺസെറ്റ്, ഭൂമി കറങ്ങുന്നത് കൊണ്ട് ദർ ഇസ് എ ടൈം. മനുഷ്യന്മാർക്ക് പല കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾക്ക് 24 മണിക്കൂർ എന്ന ടൈം ഫ്രെയിം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പ്രപഞ്ചത്തിന് സമയമൊന്നുമില്ല. അവർക്ക് ആ കാൽക്കുലേഷൻ ഇല്ല, എല്ലാം ലീനിയറാണ്. സോ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്കും സമയകാല ബോധം ഉണ്ടാവില്ല. മനസ്സെന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഫാക്ടർ കണക്റ്റഡ് ആയിരിക്കില്ല. യു ആർ ഇൻഡിപെൻഡൻറ്റ്. സമയം പോകുന്നത് അറിയില്ല. ഞാൻ ചിലർ പറയും ഞാൻ സിനിമ കാണുമ്പോഴും സമയം പോകുന്ന അറിയില്ല. നോ, അതല്ല പറയുന്നത്. അത് മനസ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാരണം സംഭവിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് സയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്ക് ചെയ്യാനുള്ള റീസൺ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആണോ അല്ലയോ? ചലഞ്ചസ് വരുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു വിശ്വാസം തെറ്റിപ്പോകുന്നുണ്ട്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നത് അവർക്കൊരു ഡിഫിക്കൽട്ടായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്ത് ഡിഫിക്കൽട്ടി വന്നാലും ചലഞ്ച് വന്നാലും കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ മനസ്സിലാക്കുക. ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് ഒപ്പം നിൽക്കും. ബട്ട് കണ്ടീഷൻ എത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ കണക്ഷൻ അവെയർ ആയിരിക്കണം. നിങ്ങൾക്കിതിൻ്റെ ബോധമുണ്ടായിരിക്കണം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആരും വന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം.